വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു 2025 ആപ്പിളിൻ്റെ എയർപോർട്സ് ഏതെങ്കിലും നിങ്ങൾ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയത് എയർപോർട്സ് 4 ANC, അതുപോലെ തന്നെ Pro 2 എന്ന് പറഞ്ഞ 3 മോഡൽസാണ് നമുക്കിപ്പോൾ മേടിക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു റേഞ്ചിലൊക്കെ ഉള്ള സാധനം. അപ്പോൾ ഈ 3 സാധനത്തിൽ ഏത് നിങ്ങൾ എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ടോ? അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റി തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ മാക്സിമം ശ്രമിക്കാം, ഞാൻ യൂസ് ചെയ്തതിലും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കിതിൽ ഏത് നിങ്ങൾ എടുക്കാം, നിങ്ങൾക്ക് ഏതെടുത്താൽ മുതലാവും എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാം. ഒന്നാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ റേറ്റാണ്. എയർപോർട്സ് 4 ഇപ്പോൾ 12,500 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് എയർപോർട്സ് 4 എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ മറ്റേ സിലിക്കോൺ ബുഷ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഒരു നോർമൽ നമ്മുടെ സാധാ വയേർഡ് ഹെഡ്സെറ്റിൻ്റെ ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ടിപ്പ് പറഞ്ഞതാണ് ഈ ഒരു എയർപോർട്സ് 4 എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് ഇതേ സെയിം സൈസിൽ തന്നെ വരുന്ന ഒരു എയർപോർട്സ് 4 ANC ആണ്. അതായത് ഇവിടെ സിലിക്കോൺ ആ ഒരു സാധനമൊന്നും ഇല്ലാതെ ഒരു ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ആ ഒരു എയർപോർട്സ് 4 ആണ്. പിന്നെ പറഞ്ഞത് ഒരു Pro 2 ആണ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറച്ച് കൂടിയതാണ്. അതായത് ഇത് ഇത്രയും സൈസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്. ഇതിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സിലിക്കോൺ പരിപാടി സാധനങ്ങളൊക്കെ വരും, ചെവിക്കകത്തൊന്നും ഇളകി പോകാത്ത രീതിക്കൊക്കെ ഇരിക്കുന്ന ഒരു സാധനമെന്ന് പറഞ്ഞത്. 3 സാധനത്തിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചിതാ ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മാഗ്നറ്റ് കറക്റ്റായിട്ട് വർക്കായിട്ട് തിരിച്ച് ഊരി പോകാത്ത രീതിക്ക് തന്നെ സാധനമായിരിക്കും. 4 അതേ സെയിം സാധനം തന്നെ 4 4 ANC നമുക്കിതാ ഊരി പോകാത്ത രീതിക്ക് തന്നെ സാധനമായിരിക്കും. ഈ 3 സാധനത്തിലും നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ, അതായത് ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇത് ഓപ്പൺ ആയി എന്നുള്ളതിൻ്റെത്. ചാർജ് ചെയ്യുമ്പം അവിടെ ഓറഞ്ച് കത്തണമുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സിമിലർ ആയിട്ട് എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ 2025 ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ എല്ലാത്തിലും C ടൈപ്പാണ്. സൈസിൽ ഇച്ചിരി കൂടെ വലുത്, പക്ഷേ നമുക്കിത് വലിയ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് കൈക്കകത്ത് തന്നെ ഇരിക്കും, പോക്കറ്റ് കിടക്കും, അതൊന്നൊരു വിഷയമില്ല. കേസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ കുണവച്ച് തൂക്കിയിടാൻ പറ്റും. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ 3ലും പറ്റുന്നതാണ്. പിന്നെ എല്ലാം പറഞ്ഞത് വൈറ്റ് കളറാണ്, ആ ഒരു ഗ്ലോസ് വൈറ്റ് കളർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയാണ്. അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സെറ്റപ്പിലാണ്. അതായത് നമുക്ക് എല്ലാം വയറ് കുത്തി തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് ഈ ഒരു എയർപോർട്സ് 12,500 രൂപയിലെ 4 വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. 4 ANC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വയർലെസ് ചാർജിങ്ങിലൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് 4 ANC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റ് ചാർജിങ് ഇല്ല. അതായത് ഇപ്പോൾ നൂത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇളവി താഴെ വീഴും, മാഗ്നറ്റായിട്ട് ഒട്ടിയിരുന്ന് ചാർജ് ആവില്ല. അപ്പം എയർപോർട്സ് 4 മാഗ്നറ്റ് വഴി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, 4 ANC മാഗ്നറ്റ് വഴി ചാർജ് ചെയ്യാൻ പറ്റും. എയർപോർട്സ് Pro 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റ് വഴി ചാർജ് ചെയ്യാം. അതേസമയത്ത് ഇങ്ങനെ എണീച്ച് നിർത്തിയിട്ടുള്ള സാധനത്തിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റ് ഒട്ടിയിരുന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരിക്കും, താഴെ പോകില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ Pro 2 ഒരു ഗുണം അതൊന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗുണം വേണമോ എന്നുള്ള കാര്യം ആലോചിച്ചു. കാരണം 12,500 4-ന് ANC വരുന്നതിന് 17,500 ഇപ്പോഴത്തെ റേറ്റ്. എന്നാൽ Pro 2-ന് 20,000 രൂപയോളം ഉണ്ട്. 1000 രൂപയുടെ വ്യത്യാസമാണ് 4 ANCക്കും Pro 2-നും തമ്മിലുള്ളത്. അപ്പം 4 ANCയും Pro 2-ഉം തമ്മിലാണ് സത്യം പറഞ്ഞാൽ കോമ്പറ്റീഷൻ. നിങ്ങൾക്ക് ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരാൻ ചാൻസ് അത് രണ്ടെണ്ണത്തിലുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇത് കളഞ്ഞു പോകുമോ എന്നുള്ള കാര്യമാണ്. കളഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഇവിടെ എവിടെയെങ്കിലും ചെറിയ സാധനമാണല്ലോ, വീട്ടിൽ എവിടെയെങ്കിലും എടുത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാധനമാണ്. ഈ എയർപോർട്സ് 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്പീക്കർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഈ കേസ് കണ്ടുപിടിക്കാം. അതെങ്കിൽ ചാർജ് കുത്തുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുമോ, അങ്ങനെയില്ല. ഇപ്പോൾ കേസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പീക്കർ സാധനം എടുത്ത് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം 4 നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 4 ANC ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സ്പീക്കറുണ്ട്. ഇവിടെ 3 സ്പീക്കറിൻ്റെ ഡോട്ട് കൂടെ നമുക്ക് അതിൽ കാണാൻ പറ്റും 4 ANCയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് 4 ANC കണ്ടുപിടിക്കാൻ പറ്റും. Pro 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് Pro 2ഉം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ Pro 2-ലോട്ട് വരുമ്പം ഫസ്റ്റ് ജനറേഷനെക്കാട്ടിലും കുറച്ചുകൂടെ കേസിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് കേസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫൈൻഡ് മൈ മറ്റേ ആപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് Pro 2 എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മറ്റേ ലൊക്കേഷൻ കാണിക്കും, നമ്മൾ എയർ ടാഗൊക്കെ ലൊക്കേഷൻ കാണിക്കില്ലേ, അതുപോലെ ഈ സാധനം ലൊക്കേഷൻ കാണിക്കും എവിടെ കിടക്കണം എന്നുള്ളത്. അപ്പം ഒരു ഗുണം അതും കൂടെയാണ് ഈ Pro 2-ലോട്ട് പോകുമ്പോൾ. അപ്പം 4-ൽ അതില്ല. 4 ANCയിൽ കേസ് നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. Pro 2-ൽ കേസ് എവിടെയാണ് കിടക്കണേന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഒരു പ്ലസ് പോയിന്റും കൂടെ Pro 2-ന് കൊടുക്കാം. 4-ലും 4 ANCയിലും ഇല്ലാത്തൊരു സാധനം Pro 2-ലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ 4 നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇതെടുത്തിട്ട് ചെവിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാൻ പറ്റുമല്ലോ. ഈ ചെവി വെക്കുന്ന സമയത്ത് നമുക്ക് കണക്റ്റ് ആയി എന്നുള്ളതൊക്കെ കാണിക്കും. നമുക്ക് ഇതിൽ കൂടെ വോളിയം ഡൗൺ ചെയ്യാനോ അപ്പ് ചെയ്യാനോ പറ്റത്തില്ല. 4-ലും പറ്റത്തില്ല, 4 ANCയിലും പറ്റത്തില്ല. അതേസമയത്ത് നമ്മൾ Pro 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക,
എടുത്തതിന് ശേഷം ചെവിയിൽ വെച്ചതിന് ശേഷം ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഡൗൺ ചെയ്ത വോളിയം ഡൗൺ ആവും, മുകളിലോട്ടാക്കിയ വോളിയം അപ്പ് ആവും. ഡബിൾ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റ് ട്രാക്ക് പോവും, ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ പ്രീവിയസ് ട്രാക്ക് പോവും, ഒരു ടാപ്പ് ചെയ്താൽ പോസ് ആവും, ഒരു ടാപ്പ് ചെയ്താൽ പ്ലേ ആവും. അങ്ങനത്തെ കാര്യങ്ങൾ ഈ Pro 2-ലുണ്ട്. എന്നാൽ സമയത്ത് 4-ലും 4ANC-ലും നമുക്ക് നെക്സ്റ്റ് ട്രാക്ക് ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ബാക്ക് പോവാം, പോസ്, പ്ലേ ഇതൊക്കെ ഉണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇല്ല. ഇപ്പം നിങ്ങൾ പാട്ടും കേട്ടുകൊണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് വോളിയം കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഫോൺ എടുത്ത് കൂട്ടണം. ഇതിൽ നിന്ന് കൂട്ടാനും കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് കേൾക്കേണ്ടി വരും. 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ANC-ലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. Pro 2 ആ വോളിയം അഡ്ജസ്റ്റിങ്ങും പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പം Pro 2-ന് ഒരു മാർക്ക് കൂടെ കൊടുക്കണം. അപ്പം ANC 17,500, ഇതിപ്പം 18,500, 1000 രൂപയ്ക്ക് ഇത്രയും സാധനം എക്സ്ട്രാ കിട്ടുകയാണ്. പിന്നെ എയർപോർട്സ് 4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ പരിപാടി അങ്ങനെയൊന്നും കിട്ടത്തില്ല. നമുക്ക് നോർമലി ഒരു സാധാ ഹെഡ്ഫോൺ വെച്ച് എന്താണോ ചെയ്യുന്നത് ആ ഒരു സാധനം മാത്രമാണ് 4 കിട്ടുന്നത്. 4ANC-ൽ നമുക്ക് ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ മാത്രമാണ് കിട്ടുന്നത്. പിന്നെ പാട്ട് കേൾക്കാൻ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാം, ഓൺ ആക്കാം. ഈ സിലിക്കോൺ പരിപാടി ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ എന്തായാലും ഇതുണ്ട്. എനിക്ക് ആ ഒരു ഞാൻ അങ്ങനെ വലുതായിട്ട് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഈ ഒരു സാധനം നമ്മളെടുത്ത് വെക്കുന്ന സമയത്ത് വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ ചെവിയിൽ നിന്നും ഇളകി പോകണമെന്നില്ല. എനിക്ക് മറ്റേ സിലിക്കോണിൻ്റെത് ഏറ്റവും ചെറുത് മതി, മനസ്സിലായി. 3 ഉള്ളതിൽ ഏറ്റവും ചെറിയതാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ എന്നിട്ട് പോലും ഈ ഒരു സാധനം എൻ്റെ ചെവിയിൽ നിന്ന് ഇളവി പോവാതെ തന്നെ നിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ നിന്നാലും ഇളവിയൊന്നും പോകില്ല. പിന്നെ 3 സാധനത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ നമുക്ക് കോൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം, കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കാം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പോവാതെ ഇരിപ്പുണ്ട്. അത്യാവശ്യം ചെവിക്കകത്ത് ഇരിക്കൂടെ, കുഴപ്പമൊന്നുമില്ല. അത് വെക്കുന്ന സമയത്ത് നമുക്കൊരു ഈ മറ്റേ ബുള്ളറ്റ് ഈ ഒരു സിലിക്കോൺ സാധനം വെക്കുമ്പോൾ നമ്മളെ ചെവിയിലൊരു അടഞ്ഞൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സാധനം കിട്ടത്തില്ല ഇതില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ANC ആണെങ്കിൽ പോലും ഈ ഒരു സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണ് എൻ്റെ മൈക്കിൽ. അപ്പോൾ ഇത് മൈക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫാനിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഈ ഒരു സാധനം വെച്ചാൽ എനിക്ക് ഈ ഒരു ഫാനിൻ്റെ ചെറിയൊരു സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൂടെ ANC ഉള്ളതിനകത്ത് ANC ഓണാക്കിയ ആ ഒരു സൗണ്ട് കേട്ടുകൂടാ. എയർപോർട്സ് 4 ANC-ൽ ഈ ഒരു ഫാനിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോൾ ഉള്ള ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് അതൊന്നും കേട്ടുകൂടാ. അതേ സമയത്ത് നമ്മൾ ഒരു മാളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ക്രൗഡഡ് പ്ലേസിൽ പോവുകയാണെന്നുണ്ടെങ്കിലോ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിലിക്കോൺ ഇല്ലാത്ത സാധനത്തിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ചെറിയൊരു സൗണ്ട് കേൾക്കും. അതേ സമയത്ത് Pro 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിലും അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ANC ഓണാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് സൗണ്ട് കേൾക്കാതെ ഇരിക്കും. ചെറിയൊരു മൂളക്കം, എന്തെങ്കിലും ഒരു മുഴക്കം ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അതായത് പാതിരാത്രി നമ്മൾ കറണ്ടൊക്കെ പോകണമെങ്കിൽ ഒറ്റപ്പെട്ടു 2 മണി സമയത്ത് കറണ്ടൊക്കെ പോകുമ്പം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വീട്ടിൽ ലൈറ്റില്ല, ഒരിടത്തും ലൈറ്റില്ല, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നമ്മളെ സിലിക്കോൺ ഉള്ളതിൽ ഫീൽ ചെയ്യും, Pro 2-ൽ ഫീൽ ചെയ്യും. അല്ലാത്ത പക്ഷം മറ്റേതൊക്കെ എടുത്താൽ അത്ര തന്നെ. അതാണ് അതിൻ്റെ ആ ANC-ലത്. പിന്നെ Pro 2-ൽ നമുക്ക് ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കി ഇടാം, നമുക്ക് നമ്മളടുത്ത് നിന്ന് പറയണം, നമുക്ക് കുറച്ച് കേൾക്കാൻ പറ്റും, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ പ്ലസ് പോയിൻ്റാണ്. അത് Pro 2 അതൊക്കെ വേണമെന്നുള്ളവർക്ക് അത് തന്നെ എടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വെച്ചൊരു ANC ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ. ഇത്രയും നാൾ ഇതിൻ്റെ പുറകെയൊക്കെ നടന്നിട്ടും എനിക്ക് അങ്ങനെ വലുതായിട്ട് ഈ ANC എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതേസമയത്ത് നമ്മൾ ANC ഇല്ലാത്ത ഈ ഒരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മറ്റേ സിലിക്കോണിൻ്റെത് മിസ് ചെയ്യും. അത് ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ റഫ് യൂസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനത്തിൽ കയറി ഇത് തട്ടുമ്പോൾ ഉള്ള ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ലാതെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കുന്ന സമയത്തല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കണ സമയത്ത് ഇവിടെ ഒരു തട്ടുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു 4-ൽ നിന്ന് ഫീൽ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ANC വേണമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ 3-നും IP54 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയ മഴ തൂറ്റലുകളോ അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിയർപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിഷയം വരില്ല എന്നും പറഞ്ഞ് ഇതും വെച്ചും കൊണ്ട് വല്ല ആറ്റിലോ കുളത്തിലോ ഒന്ന് പോയി ചാടല്, സാധനം വെള്ളം കയറി അവന്മാർ വാറണ്ടി ഒന്നും തരത്തില്ല. അത് അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അത്യാവശ്യം വിയർപ്പ് വന്നാലും നീളായി പോകത്തൊന്നുമില്ല. ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇത് വെക്കുമ്പോൾ ഇല്ല. എന്തായാലും കുറച്ച് നേരത്തെ നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആപ്പിൾ കമ്പനി തന്നെ പറയുന്നത് എയർപോർട്സ് 4 ANC-ക്കാട്ടിലും 2 മടങ്ങ് ഇരട്ടിയാണ് ഈ Pro 2-ൻ്റെ, അതായത് ഈ ഇരിക്കുന്ന Pro 2-ൻ്റെ ANC എന്ന് പറയുന്നതാണ്. അത് നമുക്ക് എന്തായാലും വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സിലിക്കോൺ സാധനം പറഞ്ഞെടുത്ത് നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ
നമുക്ക് ഓൾറെഡി നമ്മൾ പറയുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബേസ് ആയിട്ട് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ ഒരു സിലിക്കോണിൻ്റെ പവറാണ്. അപ്പം ഒരു ശകലം പോലും സൗണ്ട് വെളിയിൽ നിന്ന് അകത്തോട്ട് ഇത് വെച്ചാൽ കേൾക്കത്തില്ല. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് അങ്ങനെ വിയർപ്പ് കാര്യങ്ങൾ വന്നാലും വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇത് വെച്ചിട്ട് നമ്മൾ ANC ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ എയർപോഡ്സ് 4ൻ്റെയും 4 ANC ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. Pro 2ൻ്റെ മൈക്ക് ക്വാളിറ്റി പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കുറച്ചുകൂടെ കൂടുതലാണ് ഇതിൻ്റെ മൈക്കിൽ എന്ന് പറഞ്ഞാൽ മൈക്ക് വഴി സംസാരിക്കുമ്പോൾ. പിന്നെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ് എത്ര നേരം നിൽക്കും എന്നുള്ളത്. എയർപോഡ്സ് 4ഉം 4 ANCയും ഏകദേശം 5 മണിക്കൂറോളം നമുക്ക് ആ 2 ബഡ്സിൻ്റെ ചാർജ് നിൽക്കും. അതുപോലെ തന്നെ 30 മണിക്കൂറോളം ഈ കേസിൻ്റെ ചാർജ് നിൽക്കും. അതേസമയത്ത് നമ്മൾ Pro 2 പോകണമെന്നുണ്ടെങ്കിൽ 6 മണിക്കൂറത്തോളം നമുക്ക് ആ ഒരു ബഡ്സിൻ്റെ ചാർജ് നിൽക്കും. അതുപോലെ തന്നെ 30 മണിക്കൂർ കേസും നിൽക്കും. അപ്പോൾ കേസിൻ്റെ ചാർജ് എല്ലാം ഒരേപോലെയാണ് നിൽക്കുന്നത്. മറ്റേതിൻ്റെത് 1 മണിക്കൂർ കൂടുതലാണ് Pro 2 പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഒരാൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള കാര്യം വെച്ച് നോക്കണം. ഒരു 2 വർഷം കൊണ്ട് എനിക്ക് ഇന്നേ വരെ ഒരു ANC വേണമെന്ന് തോന്നിയിട്ടുള്ള 1-2 സ്ഥലത്ത് മാത്രമാണ്. ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഇപ്പം പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് ANC ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ലൈക്ക് എന്താ ഓണാക്കി ANC ഓണാക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പാട്ട് കേട്ട് കണ്ടിന്യൂസ് പാട്ട് കേട്ടുകൊണ്ടിരിക്കില്ലല്ലോ. നമ്മൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കും. എന്നിട്ട് അവിടെ കട്ട് ചെയ്യും. എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യും. ഈ ഒരു സമയത്തൊക്കെ ANC ഉണ്ടെങ്കിൽ നല്ലപോലെ അത് ഉപയോഗമാണ്. അപ്പം നിങ്ങൾക്ക് ANC എന്ന് പറഞ്ഞൊരു സാധനം വേണമോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. അത് കഴിഞ്ഞ് ബഡ്ജറ്റ് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 12,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപയ്ക്ക് താഴെയേ മുടക്കാനുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സിലിക്കോൺ ബഡ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു എയർപോഡ്സ് 4 എന്ന് പറയുന്നത്. അതേ സമയത്ത് നിങ്ങൾക്ക് 15 രൂപ 16 രൂപ മുടക്കാനുണ്ട്, എന്നാൽ കുറച്ചും കൂടെ എൻ്റെ കയ്യിൽ മുടക്കാം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും Pro 2 എടുക്കണം. നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്കതിൽ ANC കിട്ടും, 1 മണിക്കൂർ കൂടുതൽ ചാർജ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കളഞ്ഞു പോയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറേയധികം സാധനം ഈ Pro 2 എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു എയർപോഡ്സ് 4 ANC നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഈ ANC എന്നുള്ള സാധനം ഈ ബഡ്സ് ഇല്ലാതെ വെച്ചാൽ അത്ര വലിയ സുഖകരമായിട്ട് തോന്നുന്ന ഒരു സാധനമല്ല. അപ്പം നിങ്ങൾക്ക് സിലിക്കോൺ വേണ്ട ANC വേണം എന്ന് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എയർപോഡ്സ് 4 ANC എടുക്കുക. അല്ലാത്ത പക്ഷം എയർപോഡ്സ് 4 എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 18,000 രൂപ എടുത്ത് എയർപോഡ്സ് Pro 2 എടുക്കാം. അപ്പോൾ 1000 രൂപയിലെ വ്യത്യാസത്തിലാണ് ഈ 4 ANCയും Pro 2 തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളത്. അതേസമയത്ത് 20,000 പോയാൽ നിങ്ങളൊന്നുകൂടെ ചിന്തിക്കുക, നിങ്ങൾ അതിലോട്ട് പോകണോ അല്ലെങ്കിൽ ഇത് തന്നെ എടുക്കണോ എന്നുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യണത് എയർപോഡ്സ് 4 ഒരു ബേസ്. നിങ്ങൾ ആദ്യമായിട്ട് എയർപോഡ്സിലോട്ടൊക്കെ വരികയാണ്, നിങ്ങളതിൽ എത്ര പൈസ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് എയർപോഡ്സ് ഇത് എടുക്കാം. അതേ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാശ് കൊടുക്കാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് എയർപോഡ്സ് Pro 2 എടുക്കാം. 1000 രൂപ കുറച്ചിട്ട് എയർപോഡ്സ് 4 ANC എടുക്കാൻ ഞാൻ എന്തായാലും പറയത്തില്ല. വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതുപോലത്തെ വീഡിയോസ് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. കമ്പാരിസൺ വീഡിയോ ഇപ്പം കുറേ പേര് ക്യാമറ കമ്പാരിസൺ ചോദിക്കുന്നുണ്ട്. 1-2 പേര് എയർപോഡ്സ് ഏതെടുക്കട്ടെ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ വീഡിയോ ചെയ്യാം. മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ക്യാമറ റിവ്യൂസൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.